ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ, മനുജ ശ്രേഷ്ഠമെന്നോർക്കൂ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 34 സങ്കീർത്തനം അതിൻ്റെ 19 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ശ്രേഷ്ഠമേറിയ ദൂത് ദൈവം നമുക്ക് തന്നതോർത്ത് സ്തോത്രം. അതിൻ്റെ 19 വാക്യം വായിക്കുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ എണ്ണി പറയാൻ പറ്റുന്നല്ല, അസംഖ്യമാകുന്നെന്ന് പറഞ്ഞ്. ഇതാർക്കാണ്? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഏറെ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ വിമർശിക്കുന്നവരേറെ ഉണ്ടാവും, പഴിക്കുന്നവരേറെ ഉണ്ടാകും, നിന്ദിക്കുന്നവരേറെ ഉണ്ടാവും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നെന്ന് പറഞ്ഞ് എണ്ണി പറയാൻ പറ്റാത്തവണ്ണം കുമുഞ്ഞു കൂടിക്കിടക്കുന്ന അനർത്ഥങ്ങളേറെ ഒരു ദൈവ പൈതലിനെ തേടി വരുമ്പോഴും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന വചനം. വിടുതൽ പ്രാപിക്കുന്നവരല്ലേ നമ്മൾ. എത്ര എത്ര അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു വലിയ മല പോലുള്ള പ്രശ്നം കടന്നു വരുമ്പോൾ ഇന്നുകൊണ്ട് തീരും, കുടുംബം തകരും, ശുശ്രൂഷ തീരും എന്നൊക്കെ കരുതിയ മക്കളെ, നമ്മളെ താളടിയാകാതെ ഓരോ ദിവസവും ഇരട്ടിപ്പങ്ക് കൃപ തന്ന് നടത്തുന്നത് ഈ ദൈവത്തിൻ്റെ കരുതലാണ്. നീതിമാന്റെ ഭവനത്തിലെന്നാ ഇങ്ങനെ, അല്ലെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൻ്റെ ഭവനത്തിലെന്നാ ഇങ്ങനെ, ഈ ചോദ്യങ്ങളൊക്കെ ഏറെ കേൾക്കുമ്പോൾ പ്രാർത്ഥനക്കാർ ഒരിക്കലും കലങ്ങരുത്. ചോദ്യങ്ങൾ കേൾക്കാം. ഇവർക്കെന്താ ഇങ്ങനെ? നമ്മളെ നോക്കി നിൽക്കിയ ആൾക്കാരുണ്ടാവും. ഇവർക്കെന്താ ഇങ്ങനെ? വിളിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മഹാ കഷ്ടതയുടെ സമയത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ശുശ്രൂഷയ്ക്കൊന്നും ഒരു കുറവുണ്ടാകാതിരിക്കുക. നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മാത്രമല്ലല്ലോ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലേ മറ്റേതെങ്കിലും വിധത്തിലൊരു പോരാട്ടം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. അതിനകത്തു നിന്നൊക്കെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു ദൈവം എന്ന് വെച്ചാൽ ലോകത്തെ ജയിച്ച ദൈവം നമ്മുടെ കൂടെയല്ലേ. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ശുശ്രൂഷയ്ക്കും കുറവൊന്നും വേണ്ട ദൈവമക്കളെ. പുകഴ്ത്തിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുകയും വേണ്ട. പുകഴ്ത്തിൽ പ്രാപിച്ചിട്ട് നമ്മൾ ആരും ദൈവരാജ്യത്തിൽ എത്തിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പുകഴ്ത്തിൽ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പഴിക്കും ദുഷിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സങ്കടം വരാം. പക്ഷെ തളർന്നു പോകരുത്. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ ഒന്ന് നോക്കിയാൽ, ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ, ആ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലവും സഹിച്ചില്ലേ, നിന്ന വഹിച്ചില്ലേ, അവസാനത്തുള്ളി ചോരയും നമുക്ക് വേണ്ടി ഒഴുക്കിയില്ലേ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ആരും ലോകത്തിൻ്റെ പുകഴ്ത്തൽ ആഗ്രഹിക്കണ്ട. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിന് ബലഹീനപ്പെട്ട് ചിന്തിക്കാതെ ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. അത് ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ലോകത്തെ നോക്കുന്നുണ്ട്. ദൈവത്തെ നോക്കിയാൽ എൻ്റെ കർത്താവ് ഏറ്റ നിന്നയുടെ ഒരു അംശം പോലും നമ്മളൊന്നും ഏറ്റിട്ടില്ല. കർത്താവ് അനുഭവിച്ച അത്രയും പീഡ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ നിന്ദയും പരിഹാസവും സാമ്പത്തിക ഞെരുക്കവും മറ്റെല്ലാ വിധത്തിലുള്ള
കഷ്ടതകളും കണ്ണുനീരും വരുമ്പോൾ തളർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷം പോലും ദൈവമക്കളെ തെറ്റിപ്പോകാതെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുകയും കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേ സ്തോത്രം. നമ്മുടെ ഉള്ളത്തെ അറിയുന്നവൻ, ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനം, ഈ ഉപദേശം ദൈവമക്കളെ, ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് വചനം ആര് പറഞ്ഞാലും വചനം ദൈവത്തിൻ്റെ അല്ലേ. ഈ വചനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എല്ലാത്തിൽ നിന്നും ദൈവം വിടുവിക്കും. ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ അങ്ങ് തളർന്ന് തരിപ്പണമായി പോകാൻ ദൈവം അനുവദിക്കുകയില്ല. തകർന്ന് തരിപ്പണമായി പോകുന്ന അനുഭവങ്ങളായിരിക്കാം വരുന്നത്. പക്ഷേ യഹോവ അവനെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കും. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. ദൈവമക്കളെ, അസ്ഥികൾ ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആകാമായിരുന്നില്ലേ? കർത്താവ് നമ്മളെ താങ്ങിയില്ലേ? ദൈവമക്കളെ എത്രത്തോളം. പിന്നെയോ ഒടിഞ്ഞ അസ്ഥികളെ കർത്താവ് കൂട്ടിച്ചേർത്തില്ലേ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മനഞ്ഞവനാ നമ്മളെ. എൻ്റെ കർത്താവേ, നമ്മുടെ സൃഷ്ടാവെങ്കിലേക്കുള്ള മനസ്സും നമ്മുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് മാത്രം നമുക്ക് മതി. ദൈവമക്കൾ, ദൈവം അനുഗ്രഹിക്കട്ടെ. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. അതെ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ കുറവുകളൊക്കെ ഓർത്താൽ ദൈവമക്കളെ, ദൈവനാമം എടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നാൽ വിളിച്ചവൻ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സകല കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് ശിക്ഷയ്ക്ക് വിടാതെ, ആമേൻ സ്തോത്രം, ശിക്ഷ തരികയെന്നല്ല, ശിക്ഷ തരും. എങ്കിലും ശിക്ഷിക്കുന്ന ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനും പറ്റുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു പൂർവ്വശാപമായി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ സകല പാവങ്ങളെ ക്ഷമിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് മാത്രമാണ്, അനുദപിച്ചുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്കും ഉണ്ടാവട്ടെ. അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്തു പോയ, പറഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിൽ നിന്ന്, നമ്മളിൽ നിന്നല്ല, എല്ലാ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇനിയുള്ള കാലം നല്ല സാക്ഷിയെ തീരാൻ കർത്താവിൽ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെയൊക്കെ കുറവശങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഓരോ ദിവസം പോറ്റി പുലർത്തുന്ന ആ മഹാസ്നേഹത്തെ കർത്താവെ അടിയങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ സ്തോത്രം. ഒരുപാട് കഷ്ടങ്ങൾ, കണ്ണുനീര്, വേദനകൾ ഒക്കെയും കടന്നു വന്നു. വീഴ്ചകളും വളരെ വലുതായിരുന്നു. എങ്കിലും ഒരസ്ഥി പോലും ഒടിഞ്ഞു പോകാതെ ദൈവം കാത്തു. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവനെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ തിരുനാമം ഇന്ന് നിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവെ ദൈവസന്നിധി വാഴ്ത്തി പറയേണ്ടതിന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്ഥി സംബന്ധമായ സകല വ്യാധികളും യേശുവേ അവിടുന്ന് സൗഖ്യമാക്കണമേ. ഇത് കർത്താവെ അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്ന കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അസ്ഥി സംബന്ധമായ രോഗികൾക്ക് കർത്താവെ അവിടുന്ന് ഈ സമയത്ത് സൗഖ്യം കൊടുക്കണമേ. ഒടിഞ്ഞ അസ്ഥികളെ കൂട്ടിച്ചേർക്കുന്ന ദൈവമേ അത്ഭുതം ചെയ്യണമേ. അസ്ഥികൾ ഒടിയാമായിരുന്നു, ഒടിയാതെ ദൈവം കാത്തല്ലോ. അതിനായി ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നുവരെയും ജീവിതത്തിൽ അറിഞ്ഞു പറയാതെ ചെയ്തു പോയ സകല പാപങ്ങളും എല്ലാവരോടും ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകളെയും ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവമഹത്വം കാണുവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അങ്ങെടുക്കണമേ. യേശുവിൻ്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.